ഡിഫറൻസ്. അപ്പൊ നമ്മൾ ഇന്ന് സൈക്യാട്രിയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കുറച്ച് നമ്മുടെ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസറുടെ പ്രീവിയസ് സൈക്യാട്രി ക്വസ്റ്റ്യനും അതിനോട് കൂടി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് റിലേറ്റഡ് രണ്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മാനിയ അതുപോലെ ECT ആണ് നോക്കുന്നത്. The nurse is planning activities for a client diagnosed with bipolar disorder with aggressive social behavior. Which activity would be most appropriate for this client? നേഴ്സ് ആക്ടിവിറ്റി അസസ് ചെയ്യാണ്. ഡയഗ്നോസ്ഡ് ബൈപ്പോളർ പേഷ്യൻ്റ് ആണ്, അഗ്രസീവ് സോഷ്യൽ ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഏത് ആക്ടിവിറ്റിയാണ് അദ്ദേഹത്തിന് മോസ്റ്റ് സ്യൂട്ടബിൾ? ഫസ്റ്റ് ഓപ്ഷൻ ചെസ്, സെക്കൻഡ് ഓപ്ഷൻ റൈറ്റിംഗ്, തേർഡ് ഓപ്ഷൻ ബോർഡ് ഗെയിംസ്, ഫോർത്ത് ഓപ്ഷൻ ഗ്രൂപ്പ് എക്സസൈസ്. കറക്റ്റ് ആൻസർ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എന്ന് പറയാൻ കാരണം മാനിയ ഉള്ള പേഷ്യന്റ്, എസ്പെഷ്യലി ബൈപ്പോളാർ വിത്ത് സിവിയർ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ കോമ്പറ്റിറ്റീവ് ഗെയിംസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. കാരണം അവരുടെ ഒരു അഗ്രസീവ്നെസ് അത് കൂട്ടാൻ കാരണമാകുന്നു. അത് മറ്റുള്ളവർക്കും അത് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ അതുപോലെ കൂടുതൽ നമുക്ക് കോണ്ടാക്ട് സ്പോർട്സ് ഒന്നും അവരെ ഒഴിവാക്കണം. അതുപോലെ മെന്റൽ സ്ട്രെയിൻ അധികം കൊടുക്കുന്ന, അറ്റൻഷൻ കൂടുതൽ വേണ്ട ചെസ് പോലുള്ള കളികളൊക്കെ ഒഴിവാക്കണം. ബോർഡ് ഗെയിംസ്, ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെ ഒഴിവാക്കണം. അപ്പൊ റൈറ്റിംഗ് ആകുമ്പോൾ അവർക്ക് ജസ്റ്റ് അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന സോളിറ്ററി ആക്ടിവിറ്റീസ് ആണ്. സോളിറ്ററി ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പോ ഒന്ന് നടക്കാൻ പോവുക വിത്ത് സ്റ്റാഫിന്റെ കൂടെ ഒന്ന് നടക്കുക, അതുപോലെ ജേണല് എഴുതുക, വായിക്കുക, അങ്ങനെയുള്ള ഇപ്പൊ പെയിന്റ് ചെയ്യുക, ഫിംഗർ പെയിന്റ് ചെയ്യുക, റൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മാനിയ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് മാനിയെ കുറിച്ച് ചെറിയ എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കാം. മാനിയ, അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ സോന്തേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പോകുന്നത്. മാനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബൈ എക്സ്ട്രീം ചേഞ്ചസ് ഇൻ മൂഡ്, എനർജി ആൻഡ് എബിലിറ്റി ടു ഫങ്ഷൻ. ആ ഒരു എനർജി വല്ലാത്തൊരു ഹൈ ലെവൽ എനർജി ആയിരിക്കും, ഗ്രാൻഡിയോസ് ഐഡിയാസ് ഉണ്ടാവും. ബൈപ്പോളർ എന്ന് പറയുമ്പോൾ അത് മാനിക്ക് എപ്പിസോഡ് വന്നിട്ട് അടുത്ത എപ്പിസോഡിൽ ഡിപ്രഷൻ വരുന്നു, അങ്ങനെ മാറി വരുന്നു. അതാണ് ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം മാനിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഡിപ്രഷൻ വരുന്നു, പിന്നെ മാനിയ വരുന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു പേഷ്യന്റ് ബൈപ്പോളർ ആയിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു മാനിയ വന്ന് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഡിപ്രസീവ് എപ്പിസോഡ് വന്നിട്ട് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ ടൈപ്സ് നോക്കാം. ബൈപ്പോളർ 1 സിവിയർ മൂഡ് ചേഞ്ചസ് ആണ്. ബൈപ്പോളർ 1 ഉണ്ട്, ബൈപ്പോളർ 2 ഉണ്ട്, സൈക്ലോതൈമിക് ഡിസോർഡർ ഉണ്ട്, മിക്സഡ് ഉണ്ട്. ബൈപ്പോളർ 1 എന്ന് പറയുമ്പോൾ മോസ്റ്റ് സിവിയർ ഫോം ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ മൂഡ് എപ്പിസോഡ്സ്. മൂഡ് ചേഞ്ചസ് വളരെ അധികം ഉണ്ടാവും ബൈപ്പോളർ 1-ല്. മാനിയ ടു ഡിപ്രഷൻ, മാനിയ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഡിപ്രഷൻ കുറച്ച് അടുത്ത എപ്പിസോഡ് ഡിപ്രഷൻ വന്നു, അങ്ങനെ സിവിയർ ഓരോ പ്രാവശ്യം വരുമ്പോൾ സിവിയർ മൂഡ് ചേഞ്ചസ് ഉണ്ടാകും ബൈപ്പോളർ 1-ല്. ബൈപ്പോളർ 2 എന്ന് പറയുമ്പോൾ മൈൽഡർ ഫോം ഓഫ് ഹൈപ്പോമാനിയ ആൻഡ് സിവിയർ ഡിപ്രഷൻ. എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ് ഒക്കെ കൂടുതലായിരിക്കും, ഒരു മൈൽഡർ ഫോമിലായിരിക്കും. സിവിയർ ഡിപ്രഷനിലേക്ക് വരുമ്പോൾ ഒരു സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ആയിരിക്കും ബൈപ്പോളർ 2-ലുള്ളത്. സൈക്ലോതൈമിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ പീരീഡ്സ് ഓഫ് ഫീലിംഗ് ലോ ഫോളോഡ് ബൈ പീരീഡ്സ് ഓഫ് എക്സ്ട്രീം ഹാപ്പിനെസ് ആൻഡ് എക്സൈറ്റ്മെന്റ്. ലോ ഫീലിംഗ് ഉണ്ടാവും, അതോടുകൂടി എക്സ്ട്രീം ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഉണ്ടാവും. മിക്സർ എന്ന് പറയുമ്പോൾ ബോത്ത് ആണ്. അപ്പൊ സൈക്ലോതൈമിക്കില് മറ്റുള്ള ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ പോലെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് മാറി വരുന്നു. ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ് ഓർ എക്സ്റ്റെൻസീവ്, പെട്ടെന്ന് മാറി വരുന്ന ലോ, അതുപോലെ ഹാപ്പിനെസ്. മിക്സഡ് എന്ന് പറയുമ്പോൾ ഹൈ എനർജി, സ്ലീപ്നെസ് ആൻഡ് റേസിംഗ് തോട്ട്സ്. അറ്റ് ദ സെയിം ടൈം ദ ഇൻഡിവിജ്വൽ മേ ഫീൽ ഹോപ്പ്ലെസ്, ഡിസ്പെയറിംഗ്, ഇറിറ്റബിൾ ആൻഡ് സൂയിസൈഡൽ. അപ്പൊ രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് വരും. അതാണ് മിക്സഡ് എന്നുള്ള പേര്. പേഷ്യന്റ് ഹാവിങ് ഹൈ എനർജി, ഉറക്കമില്ലായ്മ അവസ്ഥ, സ്ലീപ്ലെസ്നെസ്, അതുപോലെ റേസിംഗ് തോട്ട്സ്, മനസ്സിലേക്ക് ചിന്തകൾ ഉയർന്നു വരിക, ഗ്രാൻഡിയോസ് ഐഡിയാസ് എല്ലാം ഉണ്ടാവും. അതേസമയം തന്നെ എന്തുണ്ടാവും? ഹോപ്പ്ലെസ്, സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ കാണുന്നത്. അതാണ് മിക്സഡ് എന്നുള്ളത്. അപ്പം ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു സോന്തേഴ്സ് ബുക്കിലുണ്ട്. അപ്പം ജസ്റ്റ് നോക്കാം. മാനിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കാം, പക്ഷെ എങ്കിലും നമ്മൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. മാനിയ എന്ന് പറയുമ്പോൾ ബിക്കംസ് ആംഗ്രി ക്വിക്ലി, ഡെലൂഷണൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും, ഡെലൂഷണൽ തോട്ട്സ്, എപ്പോഴും ചിന്തകൾ മനസ്സിലേക്ക് വരും. എക്സ്ട്രോവേർട്ടഡ് പേഴ്സണാലിറ്റിയാണ്, പരിചയമില്ലാത്ത ആളോട് പോലും ചാടി സംസാരിക്കുന്നു. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, കോൺസ്റ്റന്റ് ഷിഫ്റ്റിംഗ് ഓഫ് ഐഡിയാസ് ഫ്രം വൺ ഐഡിയ ടു അനദർ. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി.
ഗ്രാൻഡിയോസ് ആൻഡ് പ്രോസിക്യൂട്ടഡ് ഡെലൂഷൻസ്, ഏതോ വലിയൊരാളാണ്, ഒത്തിരി ക്യാഷ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു ചിന്ത, മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഡിക്രീസ് അപ്പിറ്റേറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിംഗർ ഫുഡ് കൊടുക്കണം, കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന ഹൈ കലോറി ഫുഡ് കൊടുക്കണം എന്ന് പറയും. കാരണം അവർ കഴിക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പൊ ചോറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കൊന്നുമില്ല. അപ്പൊ കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഹൈ കലോറി ഫുഡ് കയ്യിൽ കൊടുക്കുക, അതുകൊണ്ട് ഫിംഗർ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് എനർജി ആയിരിക്കും. അതുപോലെ ഡ്രസ്സ് അവർക്ക് ധരിക്കുന്ന ഡ്രസ്സൊക്കെ കളർഫുൾ ആയിരിക്കും. എക്സസീവ് സ്പെൻഡിങ്, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മണിയൊക്കെ ധാരാളം സ്പെൻഡ് ചെയ്യും. മെഡിക്കേഷൻ ഓഫ് ചോയ്സ് നമ്മൾ പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ് ലിഥിയം കാർബണേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അപ്പം ബ്ലഡ് ലിഥിയം ലെവല് നോക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഡയറ്ററി സോഡിയം അഡിക്വേറ്റ് ആയിട്ട് കൊടുക്കണം. സോഡിയം കണ്ടന്റ് ഫുഡ് കൊടുക്കണം. ഒരു ദിവസം 2 തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സൈക്കോമോട്ടർ ആക്ടിവിറ്റി, അജിറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ആൻസൈറ്റി ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ സൈക്കോസിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, സൈക്കോട്ടിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സ് കൊടുക്കാറുണ്ട്. അത് പേഷ്യൻസിനെ നമ്മൾ അസസ് ചെയ്യണം. എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടോ, ആൽക്കഹോൾ കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. കോഗ്നിറ്റീവ് ഫങ്ഷനിങ് ലെവൽ നോക്കണം. സ്ലീപ്പിംഗ് പാറ്റേൺ നോക്കണം. പേഷ്യന്റ് അടുത്ത് നമ്മൾ പേഷ്യന്റ് രാത്രിയിലുള്ളപ്പോൾ പെട്ടെന്ന് ഈ ചിന്തകൾ മാറി മാറി വരുന്നതുകൊണ്ട് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റിമൂവ് ഹസാർഡസ് ഒബ്ജക്ട്സ് ഫ്രം ദ പേഷ്യന്റ് എൻവയോൺമെന്റ്. അതുപോലെ ക്ലയന്റ് സ്ലീപ്പ് പാറ്റേൺ നോക്കണം. യൂഷ്വലി ഒരു പ്രൈവറ്റ് റൂം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അലോ ദ ക്ലയന്റ് ടു എക്സ്പ്രസ് ഹിസ് ഫീലിംഗ്. അതുപോലെ അദ്ദേഹം എന്തെങ്കിലും എന്താ പറയാ ഗ്രാൻഡിയോസ് ഐഡിയാസ് പറയുകയാണെങ്കിൽ അതിനെ ജസ്റ്റ് ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിനെ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ മാറ്റി വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് കൊണ്ടുപോവുക. ഡു നോട്ട് ആർഗ്യൂ വിത്ത് ദ ക്ലയന്റ്. ഹൈ കലോറി ഫിംഗർ ഫുഡ് കൊടുക്കണം, നേരത്തെ പറഞ്ഞതുപോലെ. അവോയ്ഡ് കോമ്പറ്റീറ്റീവ് ഗെയിംസ്. അപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ, മെഡിസിൻ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ വാച്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവൽ നോക്കാനുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ പറയാ ECT ആണ് നോക്കാം. ECT കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ECT നോക്കാം. ECT ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേട്ടോണ്ടിരിക്കുക. പോയിന്റ്സ് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ പോയിന്റ്സും എടുത്ത് പറയുന്നത്. ECT ബിനി ആൻഡ് സെർലെറ്റി 1938 ബിനി ആൻഡ് സെർലെറ്റി എന്നുള്ള 2 ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോഡ്സ് നമ്മുടെ വെച്ചിട്ട് ലോബിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ബ്രെയിനിന്റെ 2 ഭാഗത്തായിട്ട് കറന്റ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രാൻഡ്മാൽ സീഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഗ്രാൻഡ്മാൽ സീഷേഴ്സ് അല്ലെങ്കിൽ ടോണിക് ക്ലോണിക് സീഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം മേജർ ഇൻഡിക്കേഷൻ, ഏറ്റവും കൂടുതൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ മേജർ ഡിപ്രഷൻ ആണ്. ഇൻഡിക്കേഷൻ ഓഫ് ECT എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ മേജർ ഡിപ്രഷൻ ആണ്. അതുപോലെ തന്നെ കാറ്റനോണിക് സ്കിസോഫ്രീനിയയിലും ചില ടൈപ്പ് സ്കിസോഫ്രീനിയയിലൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ BPAD ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറിന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ECT കൊടുക്കുമ്പോൾ നമുക്കറിയാം ഡിപ്രഷനൊക്കെ വരുന്നത് സെറട്ടോണിന്റെ അളവ് അല്ലെങ്കിൽ നോറെപ്നെഫ്രിന്റെ അളവ് കുറയുന്നുണ്ടാണ്. അപ്പൊ ECT കൊടുക്കുമ്പോൾ അതിന്റെ അളവ് കൂടുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് കറണ്ടിന്റെ വോൾട്ടേജ് 70 to 120 വോൾട്ട് ആണ്. 70 to 120 വോൾട്ട് ആണ് ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്നത്. ഡ്യൂറേഷൻ ഇത്രയാണ്, 0.7 to 1.5 സെക്കൻഡ് ആണ്. 0.7 to 1.5 സെക്കൻഡ് ആണ്. എന്തൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ECT? ഇൻക്രീസ്ഡ് ICP, ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുന്ന ട്യൂമേഴ്സ്, അതുപോലെ റീസെന്റ് മയക്കാർഡിൽ ഇൻഫാക്ഷൻ, സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കണ്ടീഷനിലൊന്നും ECT കൊടുക്കരുത്. അതുപോലെ ECT നമുക്ക് 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് ECT ഉണ്ട്, അതുപോലെ മോഡിഫൈഡ് ECT ഉണ്ട്. ഡയറക്റ്റ് ECT എന്ന് പറയുമ്പോൾ വിത്തൗട്ട് അനസ്തേഷ്യ. ഡയറക്റ്റ് ECT ഇപ്പോൾ ആരും കൊടുക്കാറില്ല. മോഡിഫൈഡ് ECT എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അനസ്തെറ്റിക്സും മസിൽ റിലാക്സൻസും എല്ലാം കൊടുത്തിട്ട് ചെയ്യുന്നതാണ് മോഡിഫൈഡ് ECT. നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇലക്ട്രോഡ്സ് ബൈലാറ്ററലും യൂണിലാറ്ററലായിട്ട് വെക്കും. യൂണിലാറ്ററലായിട്ട് വെച്ചിട്ട് ആ ഒരു രീതിയിൽ 100% ഓക്സിജൻ കൊടുത്ത് മൗത്ത് ഗ്യാഗ് കൊടുക്കും. മൗത്ത് ഗ്യാഗ് വെച്ചിട്ട് ടങ് ബൈറ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് മൗത്ത് ഗ്യാഗ് വെക്കുന്നത്. 100% ഓക്സിജൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ പ്രീ പ്രൊസീജിയർ ആയിട്ട് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻഫോംഡ് കൺസെന്റ് മേടിക്കും. NBO മിനിമം 4 hours NBO വെക്കണം. അതുപോലെ പല്ല് എന്തെങ്കിലും ലൂസ് ആയിട്ടുള്ള പല്ലുണ്ടോ, ഡെന്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കും. നമ്മൾ മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത് അട്രോപ്പിൻ കൊടുക്കും, അതുപോലെ തയോപെൻറ്റോൺ സോഡിയം കൊടുക്കും.
അതുപോലെ സക്സിനൈൽ സ്കോളിൻ കൊടുക്കും. അട്രോപ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടി, ഈ ഒരു ECT ചെയ്യുന്ന സമയത്ത് സെക്രീഷൻസ് ധാരാളം വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി അട്രോപ്പിൻ കൊടുക്കും. അത് അരമണിക്കൂർ മുമ്പ്, ECTയുടെ അരമണിക്കൂർ മുമ്പാണ് കൊടുക്കാറ്. 0.6 mg IV ആണ് കൊടുക്കാറ്. അപ്പൊ ഈ അട്രോപ്പിൻ എന്ന് പറയുമ്പോൾ വാഗോലൈറ്റിക് ഏജന്റ് ആണ്. അപ്പൊ ഡിക്രീസ്ഡ് സ്റ്റിമുലേഷൻ, വേഗൽ സ്റ്റിമുലേഷൻ കുറയ്ക്കാനും ആ ഒരു രീതിയിൽ സെക്രീഷൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ബ്രാഡികാർഡിയ അവോയ്ഡ് ചെയ്യുന്നു. പ്രിവെന്റ് ആസ്പിരേഷൻ, അട്രോപ്പിൻ കൊടുക്കുന്നത് ആസ്പിരേഷൻ തടയാൻ വേണ്ടിയാണ്. അടുത്തത് അനസ്തെറ്റിക് ഏജന്റ് തയോപെൻഡോൺ സോഡിയം. തയോപെൻഡോൺ സോഡിയം അനസ്തെറ്റിക് ഏജന്റ് കൊടുക്കാറുണ്ട്. 3 to 5 mg/kg ബോഡി വെയിറ്റ്. 3 to 5 mg/kg ബോഡി വെയിറ്റ് ആണ് കൊടുക്കാറുള്ളത്. മസിൽ റിലാക്സൻസ് ആയിട്ടുള്ള സക്സിനൈൽ സ്കോളിൻ കൊടുക്കും. 1 mg/kg ബോഡി വെയിറ്റ് ആണ് കൊടുക്കാറുള്ളത്. മസിൽസിന്റെ കൺട്രാക്ഷൻ കുറയ്ക്കാൻ, ഡിക്രീസ്ഡ് മസിൽ കൺട്രാക്ഷൻ, റെസ്പിറേറ്ററി മസിൽസ് റിലാക്സ് ആകാൻ വേണ്ടിയാണ് സക്സിനൈൽ സ്കോളിൻ കൊടുക്കുന്നത്. അതുപോലെ റെസ്പിറേറ്ററി മസിൽസിന് കൺട്രാക്ഷൻ ഉണ്ടാകത്തില്ല. നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ, മസിൽ റിലാക്സേഷൻ കൊടുക്കുമ്പോൾ റെസ്പിറേറ്ററി മസിലിനുള്ള കൺട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു പേഷ്യന്റിന്റെ പോസ്റ്റ് ഇക്ടൽ കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗ്രാൻഡ് മാൽ സീഷേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാച്ച് ചെയ്യണം. പേഷ്യന്റിനെ ഒരു സൈഡിലേക്ക് തിരിച്ചു കിടത്തണം. പേഷ്യന്റ് ചിലപ്പം ആഫ്റ്റർ ECT നമുക്കൊരു ഓർമ്മക്കുറവ് ഉണ്ടാകും. അത് ECTയുടെ ഒരു മെമ്മറി ലോസ്, ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാകുന്ന ECTയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാവും. അപ്പോൾ ഗ്യാഗ് റിഫ്ലക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഗ്യാഗ് റിഫ്ലക്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുക്കാവുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, വെള്ളം കൊടുക്കുക വേണമെങ്കിൽ ഗ്യാഗ് റിഫ്ലക്സ് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് മാനുവലിൽ നിന്നും അതുപോലെ ECTയിൽ നിന്നും. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഉള്ള കുറച്ച് പാർട്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ, കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ സൈക്യാട്രി വിഭാഗത്തിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 10 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് പോയിന്റ്സും. അതായത് ഇനി വരുന്ന DME എക്സാമിനും നിംഹാൻസ് എക്സാമിനും എയിംസ് എക്സാമിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. VSSCയുടെ എക്സാം, എല്ലാ എക്സാമിനും നിങ്ങൾ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പം എയിംസിന്റെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഒരു സ്കിൽ ബേസ്ഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ പിക്ചർ തന്നിട്ട് അങ്ങനെ കുറച്ച് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറച്ച് ആപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ടെക്നിക് ഇൻക്ലൂഡിംഗ് ഓൾ ഓഫ് ദ ഫോളോവിംഗ് എക്സെപ്റ്റ്. കറക്റ്റ് ആൻസർ റിലാക്സേഷൻ ആണ്. റിലാക്സേഷൻ എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ടെക്നിക് അല്ല. ബാക്കിയുള്ള പോസിറ്റീവ് സെൽഫ് ടോക്ക്, റീഫ്രെയിമിംഗ്, ഡീ കാറ്റസ്ട്രോഫൈസിംഗ്, ഇതൊക്കെ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ടെക്നിക്കാണ്. അപ്പൊ എന്താണ് ഈ ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ടെക്നിക്ക്? ദിസ് ടെക്നിക് ഹെൽപ്സ് ദ പീപ്പിൾ ചേഞ്ച് ദ വേ ദേ തിങ്ക്. അവര് ചിന്തിക്കുന്ന ആ ഒരു എന്താ ഒരു അസുഖം ബാധിച്ചിട്ടുള്ള ആ ഒരു ചിന്തയിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. ആ ഒരു വേ ഓഫ് തിങ്കിങ് അവർ ചേഞ്ച് ചെയ്യുക. അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് ടെക്നിക്കിന്റെ 3 സ്റ്റെപ്പാണ്. ഐഡന്റിഫൈ യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ പെർസെപ്ഷൻ ഇൻ റിയാലിറ്റി, നിങ്ങളുടെ പെർസെപ്ഷൻ, റിയാലിറ്റിയിലുള്ള പെർസെപ്ഷൻ ചെക്ക് ചെയ്യുക. റീപ്ലേസ് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്. അപ്പൊ അത് തോട്ട്സിനെ മനസ്സിലാക്കി അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ സീയിങ് കറന്റ് പ്രോബ്ലം ആസ് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കുക. ആ ഒരു സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള എക്സാമ്പിൾ സഹിതം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഇവിടെ ട്രെയിനർ ചെയ്യുന്നത്. അതുപോലെ ഡീ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാല്, ഡീ കാറ്റസ്ട്രോഫൈസിങ് എന്നുള്ള കാറ്റസ്ട്രോഫിക് തിങ്കിങ് എന്നൊക്കെ പറയും. കാറ്റസ്ട്രോഫിക് തിങ്കിങ്ങിനെ കുറയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഡീ കാറ്റസ്ട്രോഫൈസിങ്. ഇതൊരു ട്രെയിനിങ് മെത്തേഡാണ്. കാറ്റസ്ട്രോഫിക് തിങ്കിങ് എന്ന് പറയുമ്പോൾ കറണ്ട് സിറ്റുവേഷനെ വേഴ്സ് ആയിട്ട് ചിന്തിക്കുക. അപ്പൊ ഒരു ചെറിയൊരു ആൻസൈറ്റി ഉണ്ട്, ഒരു തടിപ്പ് വന്നു, ശരീരത്തിൽ തടിപ്പ് വന്നു, അത് ക്യാൻസർ ആണെന്ന്, വളരെ എന്തോ അസുഖമാണെന്ന് ചിന്തിക്കുക. അതാണ് കാറ്റസ്ട്രോഫിക് തിങ്കിങ്. അത് എന്തോ ആയിക്കോട്ടെ, അതിനെ വേഴ്സ് ആയി അത് മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഡീ കാറ്റസ്ട്രോഫൈസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ EEG ആൽഫ വേവ്സ് ആർ പ്രൊമിനന്റ് ഓവർ. ആൽഫ വേവ്സ് പ്രൊമിനന്റ് ആകുന്നത് ഏത് റീജിയൻ, ഏത് ലോബിലാണെന്നാണ് ഇവിടെ ചോദ്യം. കറക്റ്റ് ആൻസർ ഓക്സിപിറ്റൽ റീജിയനിലാണ് EEGയിൽ ആൽഫ വേവ് പ്രൊമിനന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ നിംഹാൻസ് എക്സാമിന് ഉള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. ആൽഫ വേവിന്റെ
ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 8 തൊട്ട് 13 ഹെഡ്സ് ആണ്. 8 to 13 ഹെഡ്സ് ആണ് ആൽഫ വേവ്സിന്റെ ഫ്രീക്വൻസി. അതുപോലെ ആൽഫ വേവ് നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലുണ്ടാകുന്ന ഒരു വേവ്സ് ആണ്. നമ്മൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലാകുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് ആണ് ആൽഫ വേവ്. ഒരു മെഡിറ്റേഷൻ, അത് റെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഡെൽറ്റ, തീറ്റ, ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ കുറെ വേവുകൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. ഡെൽറ്റ എന്ന് പറയുമ്പോൾ സ്ലോ വേവ് ആണ്. നമ്മുടെ ബ്രെയിനിലുള്ള സ്ലോ വേവ് ആണ് ഡെൽറ്റ വേവ്. ഒരു ഡ്രീം സ്റ്റേറ്റിൽ ഒരു സ്വപ്നത്തിൽ ഉണ്ടാകുന്ന ഒരു വേവാണ് ഡെൽറ്റ വേവ്. തീറ്റ എന്ന് പറയുമ്പോൾ സ്ലീപ്പിൽ ഉണ്ടാകുന്ന വേവ് ഏതാണ്? തീറ്റ വേവ് ആണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ. തീറ്റ എന്നുള്ളത് സ്ലീപ്പിലാണ്. ആൽഫ എന്നുള്ളത് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്, നേരത്തെ പറഞ്ഞു. ബീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ്, നമ്മളിപ്പോ ഞാൻ എന്റെ ബ്രെയിനിലെ ആക്ടിവിറ്റി ഇപ്പൊ ബീറ്റയാണ്, കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, അലർട്ട് ഒക്കെ ചെയ്യുമ്പോഴുള്ള ബീറ്റയാണ്. ഗാമ എന്ന് പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ബ്രെയിൻ വേവ് ആണ്. ഏറ്റവും കൂടുതൽ സ്പീഡിലുള്ള ബ്രെയിൻ വേവ് എന്ന് ചോദിച്ചാൽ ഗാമയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, പരഡോലിയ ഈസ് എ കൈൻഡ് ഓഫ്, കറക്റ്റ് ആൻസർ ഇല്യൂഷൻ ആണ്. പരഡോലിയ ഈസ് എ കൈൻഡ് ഓഫ് ഇല്യൂഷൻ. സോ ഇല്യൂഷൻ നമുക്കറിയാം, മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിയൽ സ്റ്റിമുലസ്. ഒരു സംഭവം അവിടെ ഉണ്ട്, അതിനെ തെറ്റിദ്ധരിക്കുകയാണ്. ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ അതായത് പുറത്തൊരു സ്റ്റിമുലസ് ഇല്ലാതെ നമ്മൾ ഉണ്ടാകുന്ന ചിന്തകളും ഒക്കെയാണ് ഹാലുസിനേഷൻ. അപ്പോ ഇത് പാരഡോലി എന്ന് പറയുമ്പോൾ പെർസീവ് മീനിങ്ഫുൾ ഇമേജ് ഓർ റാൻഡം ഓർ അംബിഗസ് വിഷ്വൽ പാറ്റേൺ. എന്തെങ്കിലും നമ്മൾ നേരത്തെ ചെയ്തതായിട്ട് ഫെമിലിയർ ഫേസസ് നമ്മൾ കാണുക, ഒരു അംബിഗസ് ആയിട്ടുള്ള വിഷ്വൽ പാറ്റേൺ ആണ്. അതായത് നേരത്തെ നമ്മൾ പരിചയമുള്ള മീനിങ്ഫുൾ ആയ ഇമേജുകൾ, നമുക്ക് പരിചയം ഉള്ള ആളുകളുടെ മുഖം കാണുന്നതൊക്കെ ഈ രീതിയിൽ പെടാം. അതൊക്കെ ഒരു ഇല്യൂഷൻ ആണ്. ഡിറ്റാച്ച് ഫ്രം സറൗണ്ടിങ്, ഡീറിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിറ്റാച്ച് ഫ്രം സറൗണ്ടിങ് ആണ് ഡി റിയലൈസേഷൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമോഷൻസ് വിച്ച് ഈസ് കോമൺലി സീൻ ഇൻ പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്ന ഇമോഷൻ ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ആങ്കർ ആണ്. പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്നത് ആങ്കർ ആണ്. സോ പാസീവ് അഗ്രസീവ് പേഴ്സൺ, ആ ഒരു പേഴ്സണാലിറ്റിയിലുള്ള പേഴ്സൺ എക്സ്പ്രസ് നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതലും പുറത്തു എടുക്കുന്നത് പാസീവ്ലി റാദർ ദാൻ ഡയറക്ട്ലി. പാസീവ്ലി ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെ ഒരു പേഷ്യന്റ്, ഈ ഒരു സ്വഭാവമുള്ള ഒരു പേഴ്സൺ അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ഒഴിഞ്ഞിരിക്കും. അതുപോലെ ബ്ലെയിമിങ് അതേഴ്സ്, ഫിയർഫുൾ ആയിരിക്കും, അൺകൺട്രോൾഡ് ആങ്കർ ആയിരിക്കും, എയിംലെസ് ആയിരിക്കും. സോ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലൂടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലോക്കുലേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി സീൻ ഇൻ. ഫ്ലോക്കുലേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക്കലി സീൻ ഇൻ. കറക്റ്റ് ആൻസർ ഡെലീരിയത്തിലാണ് ഫ്ലോക്കുലേഷൻ കാണുന്നത്. ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത് കാർഫോളോജിയ, CARPHOLOGIA, കാർഫോളോജിയ എന്നുള്ള ഒരു രീതി തന്നെയാണ്. അതായത് ഇതിനെ പറയുകയാണെങ്കിൽ ഇത് പറയുന്നത് എയിംലെസ് ഗ്രാസ്പിംഗ് ആൻഡ് ഇൻവോളണ്ടറി പ്ലക്കിംഗ്, ക്ലോത്തിങ് ഓർ ബെഡിങ് ഓർ ഇമാജിനിങ് ഒബ്ജക്ട്സ്. അതായത് കൈകൊണ്ട് നമ്മുടെ ബെഡിലോ അല്ലെങ്കിൽ നമ്മുടെ തുണി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുണിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഗ്രാസ്പ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നു, തുണി ഇങ്ങനെ വലിച്ചെടുക്കുക. ഇൻവോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്, അവരറിയാതെ ചെയ്യുന്നതാണ്, ഡെലിരിയത്തിൽ കാണുന്നതാണ്. എയിംലെസ് ഗ്രാസ്പിംഗ് ആൻഡ് ഇൻവോളണ്ടറി പ്ലക്കിംഗ്, ക്ലോത്തിങ് ഓർ ബെഡിങ് ഓർ ഇമാജിനറി ഒബ്ജക്ട്സ്. എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്നതിനെ നമുക്ക് ഫ്ലോക്കുലേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഡ്രഗ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് എന്യൂറോസിസ്. എന്യൂറോസിസ് ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ്. ഇമിപ്രാമിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് എന്യൂറോസിസ്. എന്യൂറോസിസ് എന്ന് പറയുമ്പോൾ ബെഡ് വെറ്റിംഗ് ആണ്, ലോസ് ഓഫ് ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുന്നതാണ് എന്യൂറോസിസ്. ഇമിപ്രാമിൻ എന്നുള്ളത് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ് ആണ് കേട്ടോ. ഇമിപ്രാമിൻ ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസന്റ്. മീഥൈൽഫെനിഡേറ്റ് എന്നുള്ളത് എന്താണ്? ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറിനുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് മീഥൈൽഫെനിഡേറ്റ്.
ഒലാൻസാപ്പിൻ അതുപോലെ റെസ്പെരിഡോൾ, ഇത് രണ്ടും അട്ടിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ്. സോ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്സ് NDPSA പാസ്ഡ് ഇൻ ദ ഇയർ ഓഫ്. കറക്റ്റ് ആൻസർ 1985. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്നത്. ഈ ഒരു ഡ്രഗ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊഹിബിറ്റ് മാനുവൽ ഓർ പ്രൊഡക്ഷൻ, കൾട്ടിവേറ്റ്, സെയിൽ, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ് ഓഫ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അപ്പൊ ഈ ഒരു സബ്സ്റ്റൻസ് അത് ഒന്നുകിൽ കഞ്ചാവ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മയക്കുമരുന്നുകളുടെ പൊടിയാകാം, ആൽക്കഹോൾ ആകാം, അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ കഞ്ചാവ് മരം നട്ടു വളർത്തില്ലേ, അങ്ങനെയുള്ളതിനൊക്കെ തടയുന്ന ഒരു ആക്ട് ആണ് 1985 കൊണ്ടുവന്നത് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാപ്ഗ്രാസ് സിൻഡ്രോം ഈസ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയതാണ്. കറക്റ്റ് ആൻസർ പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ കാണുന്നതാണ് കാപ്ഗ്രാസ് സിൻഡ്രോം. അതായത് ഇതിനെ നമുക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയാം. IMPOSTER ഇമ്പോസ്റ്റർ സിൻഡ്രോം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ഡെലൂഷൻ ഓഫ് ഡബിൾസ് എന്നും പറയുന്നുണ്ട്. ഇമ്പോസ്റ്റർ സിൻഡ്രോം ഡെലൂഷൻ ഓഫ് ഡബിൾസ് എന്നും പറയുന്നുണ്ട്. പാരനോയിഡ് സ്കിസോഫ്രീനിയയിൽ കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു പേഷ്യന്റിന്റെ അമ്മ വന്നു വിചാരിക്കുക. അപ്പൊ അമ്മയോട് ചോദിക്കുകയാണ്, ആരാ ഇത്? എന്റെ അമ്മയെ പോലെ തന്നെയുണ്ട്, പക്ഷെ എന്റെ അമ്മയല്ല. ഷീസ് ആൻ ഇമ്പോസ്റ്റർ. എന്റെ അമ്മ പോലെ തന്നെയുള്ള ഒരു സ്ത്രീയാണ്, പക്ഷെ എന്റെ അമ്മയല്ല. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഡെലൂഷൻ ഓഫ് ഡബിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് കാറ്റ് ഈസ്. കറക്റ്റ് ആൻസർ ഐലുറോഫോബിയ. ഐലുറോഫോബിയ ആണ് ഫിയർ ഓഫ് കാറ്റ്. എപ്പിഫോബിയ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് ബീസ് ആണ്. ബീസ്, തേനീച്ചകളെയൊക്കെ പേടി, എപ്പിഫോബിയ. അരക്നോഫോബിയ ഫിയർ ഓഫ് സ്പൈഡേഴ്സ്. ആസ്ട്രോഫോബിയ ഫിയർ ഓഫ് തണ്ടർ ലൈറ്റ്നിങ്. ഇടിമിന്നലിനെയൊക്കെ പേടി, ആസ്ട്രോഫോബിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്യൂബറസ് സ്ക്ലിറോസിസ് ഫൗണ്ട് വിത്ത് ഗ്രേറ്റർ ഫ്രീക്വൻസി ഇൻ. കറക്റ്റ് ആൻസർ ഓട്ടിസം. ഓട്ടിസത്തിലാണ് ട്യൂബറസ് സ്ക്ലിറോസിസ് കാണുന്നത്. ഓട്ടിസത്തിൽ കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ ട്യൂബറസ് സ്ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ? ബിനൈൻ ട്യൂമേഴ്സ് ആണ്, റെയർ കണ്ടീഷൻ ആണ്. ബിനൈൻ ട്യൂമേഴ്സ് നമ്മുടെ സ്കിന്നിലും ബ്രെയിനിലും കിഡ്നിയിലും ഹാർട്ടിലും ലെഗിലും ഒക്കെ ഉണ്ടാകുന്നു. അത് ക്യാൻസറസ് അല്ല, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല ദോഷങ്ങളും ഉണ്ടാകും. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുകയാണെങ്കിൽ സീഷേഴ്സ് ഉണ്ടാകാം, കിഡ്നിയിലാണെങ്കിൽ എന്താ പറയാ ഹൈപ്പർ ടെൻഷൻ, എഡിമ പോലത്തുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. സോ അതാണ് ട്യൂബറസ് സ്ക്ലിറോസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ഇമ്പോർട്ടന്റ് വീഡിയോ ആണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കൂടുതലും കവർ ചെയ്യുന്നത്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാം. ഗോഡ് ബ്ലസ് യു.